ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് PYQs നോക്കാം. CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, രോഗചികിത്സ, മുകളിൽ പറഞ്ഞവയെല്ലാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുക്കുക. BCG ഹെപ്പറ്റൈറ്റിസ് ബി, OPV പോളിയോ, MR റോട്ടാവൈറസ്, PCV ക്ഷയം. ഓപ്ഷൻ ബി ആണ് OPV പോളിയോ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏത്? ക്ലോറോഫ്ലൂറോ കാർബണുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രജൻ ഓക്സൈഡ്. ക്ലോറോഫ്ലൂറോ കാർബണുകൾ. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുക, ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക, കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഓപ്ഷൻ സി ആണ് ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ശരിയാണ്. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. തെറ്റാണ്. നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്നു. തെറ്റാണ്. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നതിന് സെറിബ്രമാണ്. ഓപ്ഷൻ എ ആണ് 1ഉം 4ഉമാണ് ശരി. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ആകുന്നത്? പരിസ്ഥിതി മലിനീകരണം, പ്രകൃതി ദുരന്തങ്ങൾ, അനിയന്ത്രിതമായ ഭക്ഷണശീലം, വൈറസ് ആക്രമണം. ഓപ്ഷൻ സി ആണ് അനിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണശീലം. എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത്? ആനയറ, കുട്ടനാട്, പാലക്കാട്, വയനാട്. ഓപ്ഷൻ എ ആണ് ആനയറ. കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവയെന്നാണ്? ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രി, മെഡിക്കൽ കോളേജ്, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ. ഓപ്ഷൻ സി ആണ് മെഡിക്കൽ കോളേജ്. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ്? മത്സ്യങ്ങൾ, പക്ഷികൾ, സസ്തനികൾ, ഷഡ്പദങ്ങൾ. ഓപ്ഷൻ ഡി ഷഡ്പദങ്ങൾ. കേരള സർക്കാർ 2025 ഫെബ്രുവരി തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണം, പേവിഷ പ്രതിരോധം, എയ്ഡ്സ് ബോധവൽക്കരണം, കോവിഡ് പ്രതിരോധം. ഓപ്ഷൻ എ ആണ് ക്യാൻസർ ബോധവൽക്കരണം. പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? വൈറ്റമിൻ B3, വിറ്റമിൻ സി, വിറ്റമിൻ കെ, വിറ്റമിൻ B12. ഓപ്ഷൻ എ ആണ് വിറ്റമിൻ B3. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശ ഘടകം ഏത്? മൈറ്റോകോൺട്രിയ, ഗോൾഗി വസ്തുക്കൾ, ലൈസോസോമുകൾ, ഫേനങ്ങൾ. ഓപ്ഷൻ എ ആണ് മൈറ്റോകോൺട്രിയ. എംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത്? രോഗാണുബാധ, ജീവകങ്ങളുടെ അപര്യാപ്തത, സിഗരറ്റ് സ്മോക്കിംഗ്, ഹോർമോൺ വ്യതിയാനം. ഓപ്ഷൻ സി ആണ് സിഗരറ്റ് സ്മോക്കിംഗ്. AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏവ? ഓപ്ഷൻ ബി ആണ് A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1. മന്ദരോഗത്തിൻ്റെ രോഗകാരികൾ ആയ വൂച്ചറേറിയ ബാക്രോഫ്റ്റി എന്ന വിരകൾ മന്ദരോഗം പരത്തുന്നത് അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്. പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസിക വ്യവസ്ഥ ലിംഫോത്തിറ്റിക് വ്യവസ്ഥയിൽ ആണ് വസിക്കുന്നത്. ജനിതക വൈകല്യങ്ങളാണ് മന്ദരോഗത്തിൻ്റെ പ്രധാന കാരണം. ഇതിനകത്ത് ശരിയായിട്ടുള്ള ആൻസർ 1ഉം 3ഉമാണ്. എന്താണ് ക്യൂണിക്കൾച്ചർ? കൂൺ വളർത്തൽ, മുയൽ വളർത്തൽ, പക്ഷി വളർത്തൽ, കാട വളർത്തൽ. ഓപ്ഷൻ ബി ആണ് മുയൽ വളർത്തൽ. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ജന്തുശരീരം കോശങ്ങൾ നിർമ്മിതമാണെന്ന് കണ്ടെത്തി, വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു, കോശകേന്ദ്രം കണ്ടെത്തി, സസ്യശരീരം കോശങ്ങൾ നിർമ്മിതമാണെന്ന് കണ്ടെത്തി.
ഓപ്ഷൻ സി ആണ് കോശകേന്ദ്രം കണ്ടെത്തി. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ട്രോപ്പോനിൻ, ഗ്ലോബുലിൻ, ഗാസ്ട്രിൻ, ഗ്ലൂക്കഗോൺ. ഓപ്ഷൻ ബി ആണ് ഗ്ലോബുലിൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ക്ഷയം, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, മീസിൽസ്. ഓപ്ഷൻ ഡി ആണ് മീസിൽസ്. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. നിശാന്തത, വായ്പുണ്ണ്, സ്കർവി, കണരോഗം. ഓപ്ഷൻ ഡി ആണ് കണരോഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യരിൽ ക്രോമോസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽസ് അനീമിയയ്ക്ക് കാരണമാകും. ത്വക്കിലെ ക്യാൻസർ ആയ മെലനോമ ക്രോമോസോംസ് നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഇന്നത്തെ റൈറ്റ് ആൻസർ 1 ശരിയാണ്, 2 തെറ്റ് എന്നാണ് ഇന്നത്തെ റൈറ്റ് ആൻസർ വരുന്നത്. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ എന്നാണ്. ഇനാമൽ, പല്ല് നിർമ്മിക്കുന്ന ജീവനുള്ള കല. ഡെൻഡൈൻ, മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പൾപ്പ് ക്യാവിറ്റി, പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം. സിമെൻറ്റം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ആൻസർ ബി ആണ്. 3, 4 ശരി, 1, 2 തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റിസെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻറ്റിസെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ജീവകം ഇ ആണ് ആൻറ്റിസെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത്. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. കോളറ വൈറസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, ക്രബ്സ് ടൈഫസ് വിബ്രിയോ കോളറ, കുരങ്ങുപനി ബാക്ടീരിയ. റൈറ്റ് ആൻസർ 2 മാത്രമാണ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതി ഏതാണ്? ധ്വനി, അമൃതം, ആരോഗ്യം, ശ്രുതി, മധുരം, കാതോരം. ഓപ്ഷൻ ബി ആണ് 2 മാത്രം, അമൃതം ആരോഗ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? 1 ക്യാൻസർ, സിലിക്കോസിസ്. 2 ഹിമോഫീലിയ, സിക്കിൾ സെൽസ് അനീമിയ. 3 എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്. 4 പോളിയോ, ടെറ്റനസ്. ഓപ്ഷൻ വരുന്നത് ബി ആണ്, 2 മാത്രം, ഹീമോഫീലിയ ആൻഡ് സിക്കിൾ സെൽസ് അനീമിയ. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. 1 ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. 200 മീറ്ററിനു താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല. 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല. ഇന്നത്തെ ആൻസർ 1 മാത്രമാണ് ശരി, ബാക്കി 2 പ്രസ്താവനകളും തെറ്റാണ്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ചെറുനാക്ക്, എപ്പിഗ്ലോട്ടിസ്, ശ്വസനി, അന്നനാളം. ആൻസർ ബി ആണ് എപ്പിഗ്ലോട്ടിസ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത്? പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം. ആൻസർ സി ആണ് ഹീമോഫീലിയ. ശരിയായ ജോഡി കണ്ടെത്തുക. ലെപ്റ്റോസ്പൈറ ക്ഷയം, HIV ഡിഫ്തീരിയ, മൈക്കോബാക്ടീരിയം എയ്ഡ്സ്, ഫൈലേറിയൻ വിര മന്ത്. ആൻസർ ഡി ആണ് ഫൈലേറിയൻ വിര മന്ത്. ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? മേഘാലയ, തമിഴ്നാട്, മിസോറാം, കർണാടക. ഓപ്ഷൻ എ ആണ് മേഘാലയ. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ എ ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ ജോഡി കണ്ടെത്തുക എന്നൊരു ചോദ്യമുണ്ട്. പോഷകം സ്രോതസ്സുകളാണ് സൂക്രോസ്, കരിമ്പ്, വിറ്റാമിൻ, എണ്ണക്കുരുക്കൾ, മാംസം, പയറുവർഗ്ഗങ്ങൾ, ധാന്യം, കൊഴുപ്പ്. അതിനകത്ത് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ജോഡി. സൂക്രോസ്, കരിമ്പും മാംസ്യം, പയറുവർഗ്ഗങ്ങൾ.